ഹലോ ഗൈസ്, ദിസ് ഈസ് മീ രാഹുൽ പാബി. വെൽക്കം ടു ഫാബ്സ് ആൻഡ് വീൽസ്. 2020 കടന്നു പോയിട്ട് നമുക്ക് പുതിയൊരു വർഷം വരാൻ പോവാണ്. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും മറക്കുക. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് യാത്രകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അടിപൊളി 2020 വെൽക്കം ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കണം കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എപ്പിസോഡൊക്കെ ലൈവായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ വീഡിയോ മാത്രമല്ല, ബാക്കിയുള്ള ഫുൾ വീഡിയോസ് ഈ ഒരു SSIT റിസ്റ്റോറേഷൻ SSIT എന്നുള്ള ആ ഒരു ഫുൾ വീഡിയോസ് നിങ്ങളൊന്ന് കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാവൽ വീഡിയോസിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഉണ്ടാവും, അതുകൂടെ ഒന്ന് വാച്ച് ചെയ്യുക. നമ്മൾ റിസ്റ്റോറേഷൻ മാത്രമല്ല ട്രാവൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഈ ഒരു 2020 അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് രാത്രി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോസ് കാണുക. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എപ്പോഴും ഫോളോ ചെയ്യാൻ പറഞ്ഞതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈവായിട്ടുള്ള ഫോട്ടോസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും എല്ലാവരിലോട്ട് എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഫോളോ ചെയ്തേ മതിയാവും. അപ്പോൾ അതെന്തായാലും ആരും മറക്കണ്ട, മാക്സിമം ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക. നമ്മുടെ ഫാബ്സ് ഓൺ വീൽ ഫാമിലിയുടെ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾ എന്തായാലും അതിനകത്ത് കയറി ജോയിൻ ചെയ്യുക. നമ്മുടെ ലൈവായിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് ഞാനുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയും അതുപോലെ തന്നെ ടെലിഗ്രാം വഴി നിങ്ങൾക്ക് അതിനോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ മാക്സിമം വീഡിയോസ് ഒക്കെ കാണുന്നവർ അങ്ങേയറ്റം ഒന്ന് ഹെൽപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ വരുന്ന ഒരു 3 മാസത്തിലുള്ള 25K സബിലോട്ട് നമുക്ക് എത്തണം. നമ്മുടെ ഫാബ്സ് ഓൺ വീൽസിൻ്റെ ഫാമിലി നമുക്ക് ബിഗ് ആയിട്ട് പോകണം. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഈ വരുന്ന 2021 നിങ്ങൾ ശരിക്കും എക്സൈറ്റിംഗ് ആക്കുന്ന ഒരുപാട് ട്രിപ്പും റിസ്റ്റോറേഷനും ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് എന്തായാലും നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ വേണം. അപ്പോൾ ഫുൾ പവർ ഓൺ ആയിട്ട് പറയാണ്, എല്ലാവരും വെയിറ്റ് ചെയ്യാതെ മടിച്ച് നിൽക്കുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വണ്ടി പ്രാന്തമായിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് എത്തിക്കുക. അപ്പോൾ വേറെ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കുന്നില്ല. എന്തായാലും നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളപ്പോൾ ഇന്ന് ഇവനെയാണ് കീറാൻ പോകുന്നത്. ഇവനെ കീറിയിട്ട് നമ്മൾ എന്തൊക്കെ വർക്കാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ സ്വന്തം മനേട്ടൻ പറയും. മനേട്ടാ പറഞ്ഞോ, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് റണ്ണിംഗ് ബോർഡ് പണിയണം, പിന്നെ ഫ്ലാറ്റ് എല്ലാം പണിയണം, പിന്നെ ചേസ് പണിയണം. അതിൻ്റെ ബാക്കിലോട്ടുള്ള ചേസ് പൊടിഞ്ഞിരിക്കുക. അപ്പോൾ അത് 18 അത് പണിയണം. 18 അത് വേണം. ഓക്കെ, അതാണ് 18 തകിട്. ഓക്കെ, 20 kg. ഓക്കെ, ദെൻ പറ. അപ്പം റണ്ണിംഗ് ബോർഡും ഫ്ലാറ്റും നമ്മൾ ഇന്നത്തെ വർക്ക് റണ്ണിംഗ് ബോർഡും ഫ്ലാറ്റും ആണ്. നമുക്ക് എന്തായാലും കൂടുതലൊന്നും നിങ്ങളെ വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും വർക്കിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. മനേട്ട നമ്മുടെ ഷീറ്റെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന റണ്ണിങ് ബോർഡിൻ്റെ വർക്കിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇനി ബാലൻസ് ഉള്ള ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരു റണ്ണിങ് ബോർഡിന് തികയാണോ കേട്ടോ ഇത് കട്ട് ചെയ്തപ്പോൾ റണ്ണിംഗ് ബോർഡ് വന്നിട്ട് പിന്നെ അതെ, തകിട് എടുക്കേണ്ടി വരും. നമുക്കിപ്പോൾ ഒരു റണ്ണിങ് ബോർഡിനൊക്കെ തന്നെ ഇത് തികയത്തോളം എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനി ബാക്കി നമുക്ക് റണ്ണിങ് ബോർഡിൻ്റെ വർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ നോക്കാം. നമ്മുടെ ഇനിയിപ്പോൾ ആ ഷീറ്റ് റണ്ണിങ് ബോർഡിനുള്ള ഷീറ്റ് അത് മോൾഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം.
ഒരു ഇങ്ങനത്തെ ഒരു ഷീറ്റിനകത്ത് 3 മടക്കല്ലേ ഏട്ടാ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു മടക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് 3ാമത്തെ മടക്കിനാണ് ഇപ്പോൾ മനോഹരൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ 3ാമത്തെ മടക്ക് കക്ഷി മാർക്ക് ചെയ്തു. ഇനി ആ മടക്ക് ഇതുപോലെ തന്നെ ബെൻഡ് ചെയ്യും അല്ലേ? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന 3ാമത്തെ മടക്കാണേ. ആദ്യത്തെ മടക്ക് ബെൻഡ് ചെയ്തതുപോലെ തന്നെ വീണ്ടും ഇതിങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇട്ട് ബെൻഡ് ചെയ്താൽ മാത്രമേ ഇതിങ്ങനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ മനേട്ടാ. മെഷീനിലും ചെയ്യുന്നുണ്ട് കേട്ടോ. മെഷീനിലൊക്കെ ബെൻഡ് ചെയ്തെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംശയം തോന്നും അതൊക്കെ മെഷീൻ ചെയ്താൽ പോരെ. പക്ഷേ നമ്മളിപ്പോഴും ആ ഒരു പഴയ ഒരു സെറ്റപ്പിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. കാര്യം ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അതൊട്ട് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കത് ഇതുപോലെ പഴയ വർക്ക്ഷോപ്പിലൊക്കെ ചെന്നാൽ മാത്രമേ നമുക്കതൊക്കെ കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ കീപ്പ് ചെയ്ത് നമുക്ക് ഇവനെ സെറ്റ് ചെയ്തെടുക്കാം. ഇന്ന് കുറച്ച് ലൈറ്റ് കുറവാണ്. അപ്പോൾ മേ ബി വീഡിയോയിൽ കുറച്ച് ഒരു ലൈറ്റ് കുറവ് ഫീൽ ചെയ്യാം കേട്ടോ. ഇത് മൊത്തം ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെന്തായാലും അവിടെ ആ പഴയ റണ്ണിങ് കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഒരു പാട്ട തുരുമ്പ് അതിനകത്ത് വീഴുന്നു. അയ്യോ നിങ്ങൾ നോക്കി. അത് മൊത്തം തുരുമ്പാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനോട്ടം തട്ടുമ്പോഴത്തേക്ക് മൊത്തം അതിനകത്തുനിന്ന് വീഴുന്ന തുരുമ്പാണ്. എല്ലാം തുരുമ്പെടുത്ത് കുളമായിട്ടിരിക്കും. ഇനിയിപ്പോൾ ബാക്കിലൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ആ ഷീറ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഷീറ്റിന് വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ അതായിരിക്കും നമ്മളിനി ബാക്കി കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ കട്ട് ചെയ്തെടുത്ത പീസാണേ. അതിൻ്റെ ഒരു അവസ്ഥ നോക്കി ഇവിടെ നോക്കാം. ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ. ഇത് തന്നെയാണ്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. കത്തിക്കാനും മാത്രം ഒന്നുമില്ല കേട്ടോ. അത് കത്തുന്നതിന് മുമ്പ് എല്ലാം പൊടിഞ്ഞൊടിഞ്ഞ് പോവാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ പീസ്, ഒരു 25% ഉള്ള ആ റണ്ണിങ് ബോർഡിൻ്റെ ഒരു പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിലോട്ടുള്ളത് കട്ട് ചെയ്യണം, പിന്നെ അതിൻ്റെ പീസ് വെക്കണം.
അപ്പോൾ എന്തായാലും നമ്മൾ അതൊന്നും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വെൽഡിങ്ങിലോട്ട് പോവുകയാണ്. അതുകൂടെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലത്തെ റണ്ണിംഗ് ബോർഡിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിയും. പിന്നെ അതൊന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഫിനിഷിംഗ് ഒക്കെ മിക്കവാറും നമ്മുടെ അടുത്ത എപ്പിസോഡിലായിരിക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി ടൈം ഒരുപാട് ലേറ്റായിട്ടുണ്ട്. കാര്യം വേറെ ഒരുപാട് വർക്ക് വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നിട്ട് ഇത് തന്നെ ഇന്ന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് കൂടെ കാണാം. നമുക്ക് ഈ ഒരു ഇനി ഒരെണ്ണം വെക്കാനുള്ള റണ്ണിംഗ് ബോർഡിൻ്റെ വർക്ക് കൂടെ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്ത സാധനത്തിന് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇതിനകത്തുള്ള ആ ഒരു തുരുമ്പ് നോക്കി? അടിപൊളി. അതിനകത്ത് ഫുള്ള് തുരുമ്പായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു റണ്ണിങ് ബോർഡിനകത്ത് നിന്ന് വന്ന ആ ഒരു റെസ്റ്റാണ്. നിങ്ങൾ കണ്ടോ? ഇത് കല്ലും മണ്ണൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ തുരുമ്പാണ്. ഫുള്ള് തുരുമ്പാണ്. അങ്ങനെ നമ്മുടെ വർക്ക്, ഇന്നത്തെ വർക്ക് അന്തിമഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റണ്ണിങ് ബോർഡിൻ്റെ വെൽഡിങ് ഇവിടെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വർക്ക് ഇവിടെ, ഇന്നത്തെ വർക്ക് ഇവിടെ തീരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഈ ഒരു റണ്ണിങ് ബോർഡിൻ്റെ ഓൾമോസ്റ്റ് പരിപാടി നമ്മൾ കഴിഞ്ഞു. ഇനി ഇത് ഫിനിഷ് ചെയ്യണം, കുറേ കൂടെ സ്പോട്ട് ചെയ്യാനുണ്ട്, പിന്നെ ഇത് പെയിൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഷീറ്റ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതായിരുന്നു വണ്ടി. ഈ ഒരു സൈഡൊക്കെ നമ്മളിതാ ഈ കിടക്കുന്ന ഈ ഒരു ലോങ് ലെങ്ത് ആയിട്ടുള്ള റണ്ണിങ് ബോർഡ്, ഈ പീസും
ഈ പീസും ചേരുന്നതായിരുന്നു ആ ഒരു റണ്ണിങ് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ വേറെ പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വർക്ക് ലൈവായിട്ടുള്ള വർക്കാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യണം. വേറെ കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കൂടെ തന്നെ വേണം. അപ്പോൾ എന്തായാലും എല്ലാവരും, എനിക്കറിയാം വീഡിയോസ് കണ്ടതിന് ശേഷം എല്ലാവരും നല്ല മൂഡിലായിരിക്കും. നമ്മുടെ ഒരു പുതിയ വർഷത്തിന് വരവേക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.